السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من أكرم فاسقا فقد أعان على هدم الإسلام. صدق رسول الله. لك الحمد مولانا على كل نعمة، ومن جملة النعماء قولي لك الحمد، ولا حمد إلا أنت منا بنعمتي، فسبحان لا يقوى على حمدك العبد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഈ ലോകത്ത് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നിരുപാധികമായി നമ്മുടെ പണവും വിഭവങ്ങളും സന്താനങ്ങളും കുടുംബങ്ങളും നമുക്ക് ഉപകരിക്കും. ഒരു നിബന്ധനയുമില്ലാത്ത വിധത്തിൽ, ഒരു കണ്ടീഷനുമില്ലാത്ത വിധത്തിൽ ഈ ലോകത്ത് നമ്മുടെ ധനവും സൗകര്യങ്ങളും നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കും. ഈ ലോകം, ദുനിയാവ് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമാണ്. ആർക്ക് എന്ത് കച്ചവടവും ചെയ്യാം, ആർക്കും എങ്ങനെയും കച്ചവടം ചെയ്യാം, ആർക്കും എങ്ങനെയും പണം സമ്പാദിക്കാം. ആ സമ്പാദിച്ച പണം കൊണ്ട് തോന്നിയതുപോലെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയും ചെയ്യാം. അതിനൊക്കെ സൗകര്യപ്രദമായ ലോകമാണ് നാം ജീവിക്കുന്ന ഈ ദുനിയാവ്. പക്ഷേ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ ഖിയാമത്ത് നാളിൽ, വിചാരണ നാളിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരിക തന്നെ ചെയ്യും. ഈ സ്വാതന്ത്ര്യം അവിടെ അനുവദിക്കപ്പെടുന്നതല്ല. ഈ സ്വാതന്ത്ര്യത്തിലെ നന്മ തിന്മകൾ വിചാരണക്കെടുക്കുന്ന പാരത്രിക ലോകത്ത് ഒരിക്കലും തോന്നിയതുപോലെ സമ്പാദിച്ച് തോന്നിയതുപോലെ ജീവിച്ച ആളുകൾക്ക് മുക്തരാകാൻ, രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല. മാത്രമല്ല, കച്ചവടങ്ങൾ, അധ്വാനങ്ങൾ, പണങ്ങൾ, വിഭവങ്ങൾ ഇതൊക്കെ യഥേഷ്ടമുണ്ടായതുകൊണ്ട് നാളെ പരലോകത്ത് അതുകൊണ്ടു മാത്രം നിരുപാധികം പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പലരും തെറ്റിദ്ധരിച്ചുപോയി, എനിക്കെല്ലാ സൗകര്യമുണ്ട്, നല്ല തൊഴിലുണ്ട്, നല്ല കച്ചവടമുണ്ട്, എമ്പാടും പൈസ ഉണ്ട്, ഇതൊക്കെ പടച്ചവൻ എന്നെ ആദരിച്ചതിൻ്റെ ലക്ഷണമാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ മതരംഗത്ത് ഉത്തരവാദപ്പെട്ട സ്ഥലത്ത് അധ്യക്ഷനാകാനൊക്കെ ഞാൻ യോഗ്യനായിട്ടുണ്ട്. കാരണം എന്താ? എൻ്റെ അടുത്ത് ചക്രം നല്ലോണുണ്ട്, അത് അള്ളാഹ് ആദരിച്ചതുകൊണ്ട് കിട്ടിയതാ. എനിക്ക് മക്കളുണ്ട്, സൗകര്യമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, അതുകൊണ്ട് അള്ളാഹു എന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന അബദ്ധധാരണ ഇല്ല. നിരുപാധികം പണമോ സൗകര്യങ്ങളോ ഉള്ളവർ അവർ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ചവരല്ല. പരലോകത്തും കേവലം അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമേ അല്ല. അള്ളാഹു ആ ആശയം ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് സബ 37. വമാ അംവാലുക്കും വലാ ഔലാദുക്കും
ബില്ലതി തുഖർരിബുകും ഇൻദനാ സുൽഫാ ഇല്ലാ മൻ ആമന വഅമില സ്വാലിഹാ ഫഉലൈക ലഹും ജസാഉൽ ളിഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുർഫാതി ആമിനൂൻ. അല്ലാഹു പറയാണ്, വമാ അംവാലുക്കും വലാ ഔലാദുക്കും തുഖർരിബുക്കും ഇൻദനാ സുൽഫാ. അല്ലയോ വിശ്വാസികളെ, മനുഷ്യ വിഭാഗമേ, നിങ്ങളെ സമ്പത്തും മക്കളൊക്കെ അതുകൊണ്ട് മാത്രം എൻ്റെ അടുത്തെത്താൻ പറ്റും, എൻ്റെ പ്രീതി സമ്പാദിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടായത് പടച്ചോന്റെ അടുത്ത ആളായതുകൊണ്ടാണ്. അല്ല 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 അല്ല, നിരുപാധികം സാധ്യമല്ല. നിങ്ങളുടെ ധനങ്ങളൊക്കെയും നിങ്ങളുടെ മക്കളൊക്കെയും തുഖർരിബുകും ഇൻദനാ സുൽഫാ, നമ്മിലേക്ക് നിങ്ങളെ അതുകൊണ്ട് മാത്രം നാം അടുപ്പിക്കുമെന്നോ നമ്മുടെ സാമീപ്യം അവ കൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുമെന്നോ നിങ്ങളാരും ധരിച്ച് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇല്ലാ മൻ ആമന വഅമില സ്വാലിഹാ. എന്നാൽ കണ്ടീഷനോടുകൂടെ നിങ്ങളുടെ കച്ചവടത്തിലൂടെ എന്നിലേക്കടുക്കാം, തൊഴിലിലൂടെ എന്നിലേക്കടുക്കാം, പണം കൊണ്ട് എന്നിലേക്കടുക്കാം, മക്കളെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും എന്നിലേക്കടുക്കാം. അതാർക്കാണ് എടുക്കാൻ പറ്റുന്നത്? ഇല്ലാ മൻ ആമന വഅമില സ്വാലിഹാ. ഈമാനും സൽക്കർമ്മങ്ങളുമുള്ള ആളുകൾ. ഈമാനും സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ ഓരോ രംഗത്തും കുടുംബജീവിതത്തിൽ അവിടെ ഈമാനും അവിടത്തെ സൽക്കർമ്മവും വേണം. കച്ചവട രംഗത്ത് അവിടത്തെ ഈമാനും അവിടത്തെ സൽക്കർമ്മവും വേണം. ചന്തയിലുണ്ടാകേണ്ട ഈമാനും ചന്തയിൽ കാണിക്കേണ്ട സൽക്കർമ്മവും വേണം. പള്ളിയിലുണ്ടാകേണ്ട ഈമാനും പള്ളിയിൽ കാണിക്കേണ്ട സൽക്കർമ്മവും കാണിക്കണം. എന്നാൽ ആ മേഖലയിലൂടെയൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ഈമാൻ കൊണ്ടും അമലുസ്വാലിഹാത്ത് കൊണ്ടും സമസ്ത മണ്ഡലങ്ങളിലും ഒരു മുസൽമാൻ ജാഗ്രത പാലിച്ചാൽ ഫഉലൈക ലഹും ജസാഉൽ ളിഅഫി ബിമാ അമിലു. അവർ ചെയ്തതിനുള്ള കൂലിയല്ല നമ്മൾ കൊടുക്കുക. അല്ലാഹു പറയാ, അവർക്ക് കൊടുക്കുന്നത് അവർ ചെയ്തതിനുള്ള വേതന അല്ല. നമ്മളൊക്കെ കൂലിപ്പണിക്ക് ആളെ വിളിച്ചാൽ ചെയ്തതിന് ചിലപ്പോ ചായക്കാശും കൊടുക്കും, ശരി അല്ലേ? എന്നാ ഇതങ്ങനെയല്ല. ഫഉലൈക ലഹും ജസാഉൽ ളിഅഫി ബിമാ അമലു. അവരാ നന്മ ചെയ്തതിന്റെ ഇരട്ടികൾ പ്രതിഫലം കൊടുക്കും എന്ന് മാത്രമല്ല, വഹും ഫിൽ ഗുർഫാതി ആമിനൂൻ. സ്വർഗീയ സുന്ദര സൗധങ്ങളിൽ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മനോഹരമായ കൊട്ടാരങ്ങളിൽ, സ്വർഗത്തിലെ മണിമാളികകളിൽ ആമിനൂൻ, അവർ നിർഭയരായി സമാധാനത്തോടെ അവർ അവിടെ കഴിയുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, എന്താ ഈ പറഞ്ഞത്? അല്ലാഹു ഓഫർ ചെയ്ത ഇരട്ടികൾ പ്രതിഫലം, അല്ലാഹു ഓഫർ ചെയ്ത സ്വർഗത്തിലെ മണിമന്ദിരങ്ങളിലെ സുഖവാസവും സമാധാനത്തോടുകൂടെയുള്ള ജീവിതം, അത് ലഭിക്കാനുള്ള വഴി എന്താ? സാമ്പത്തിക വിശുദ്ധിയുള്ളവരായിരിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. സൽക്കർമ്മം ചെയ്യാൻ ഞാൻ പലപ്പോഴും പറഞ്ഞു, നിസ്കാരവും തസ്ബീഹും ഓത്തും പാട്ടും ദിക്റും കൊണ്ട് മാത്രല്ല, ചന്തയിലും തൊഴിലിടങ്ങളിലും കച്ചവട രംഗങ്ങളിലും നമുക്കാവുന്ന വിധത്തിൽ അമലുസ്വാലിഹാത്ത് ചെയ്ത് നല്ല നിയ്യത്തോടുകൂടെ കച്ചവടം ചെയ്താൽ അത് ഇബാദത്തായി മാറും. അധ്വാനം ഇബാദത്താകും, ബിസിനസ് ഇബാദത്താകും. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും. അതിനുള്ള വഴികളാണ് ഏതാനും ആഴ്ചകളായിട്ട് നമ്മളിവിടെ പറഞ്ഞു വന്നത്. എന്ത്? കച്ചവടം ഇബാദത്താക്കാനുള്ള വഴി. കുറേ കാര്യം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ചുരുക്കം ചില കാര്യങ്ങൾ കൂടി ഇന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാണ്. ഇന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അധ്വാനത്തിലെ ഇസ്ലാം, കച്ചവടത്തിലെ ഇസ്ലാം എന്ന വിഷയം ഇന്ന് അവസാനിപ്പിക്കുകയാണ്.
ഒരു കാര്യം, നമ്മൾ പല കാര്യവും പറഞ്ഞു, ഒരു കാര്യം, കച്ചവടക്കാരായ സത്യവിശ്വാസികൾ കസ്റ്റമേഴ്സിനോട് മാത്രം, ഉപഭോക്താക്കളോട് മാത്രം നീതി കാണിച്ചാൽ പോരാ, അവർക്ക് മാത്രം നന്മ ചെയ്താൽ പോരാ. പിന്നെ കച്ചവടക്കാർ തങ്ങളുടെ സഹപ്രവർത്തകരായ മറ്റു കച്ചവടക്കാരോടും ഗുണകാംക്ഷയുള്ളവരാകണമെന്ന് ദീനുൽ ഇസ്ലാം പ്രത്യേകം ഉണർത്തുന്നു. എന്ത്? ഒരു മുസ്ലിം കച്ചവടക്കാരൻ തന്റെ മുന്നിൽ വരുന്ന ഉപഭോക്താക്കളോട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, വർത്തിക്കണം നമ്മൾ പറഞ്ഞില്ലേ, അത് മാത്രം പോരാ. പിന്നെയോ തന്റെ സഹപ്രവർത്തകരായ തന്നെപ്പോലെ കച്ചവടം ചെയ്യുന്ന ഇതര കച്ചവടക്കാരുടെ കാര്യത്തിൽ നസീഹത്തുള്ള ആളുകളാകണം, ഗുണകാംക്ഷയുള്ള ആളുകളാകണം. ഞാനൊരു അരിക്കച്ചവടക്കാരനാണ്. ഇനിയിപ്പോ ഉദാഹരണം ഞാൻ എന്നെ തന്നെ പറഞ്ഞോളാം, നിങ്ങളെ പറഞ്ഞാലുള്ള പ്രശ്നമാകുക അല്ലേ. ഞാനൊരു അരിക്കച്ചവടക്കാരനാണ്. എന്റെ കടയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു അരിക്കച്ചവടക്കാരൻ അല്ലെങ്കിൽ ആ പട്ടണത്തിലുള്ള മറ്റു അരിക്കച്ചവടക്കാർ അവരെന്റെ ശത്രുക്കളല്ല, പ്രതിയോഗികളല്ല. അവരിൽ ഞാൻ അപരത്വം കൽപ്പിക്കാൻ പാടില്ല. പിന്നെയോ എന്നെപ്പോലെ മക്കളെ പോറ്റാൻ, എന്നെപ്പോലെ ജീവിക്കാൻ പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന എന്റെ സഹോദരന്മാർ എന്ന കാഴ്ചപ്പാടായിരിക്കണം ഒരു മുസൽമാനായ കച്ചവടക്കാരന് ഉണ്ടാകേണ്ടത്. ഇന്ന് ഈ രംഗം വലിയ കോമ്പറ്റീഷൻ നടക്കുക, മത്സരബുദ്ധി, കിടമത്സരം, എല്ലായിടത്തും മത്സരമാണ്. കച്ചവടക്കാർ തമ്മിൽ പാരവെപ്പാണ്, അതിശക്തമായ മത്സരമാണ്. ആധുനിക ലോകത്ത് പണ്ടുണ്ട്, അതിനേക്കാൾ ടെക്നോളജി കൂടിയപ്പോ ഈ കുത്തിത്തിരിപ്പും പാരയും ചതിയും കൗശലത്തിനൊക്കെ അതിൻ്റെതായ പുരോഗതി ആർജിച്ചിട്ടുണ്ട്. കോമ്പറ്റീഷൻ, പണം എറിഞ്ഞിട്ട് പാവങ്ങളായ സാധുക്കളായ കച്ചവടക്കാരെ എറിഞ്ഞു കൊല്ലുക. ഇതെങ്ങനെ? എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ഈ പട്ടണത്തിൽ ഒരുപാട് പാവങ്ങളായ കച്ചവടക്കാരും മക്കളെ പോറ്റാൻ കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരും മിഡിൽ കച്ചവടക്കാരും ഒരുപാട് ആളുകൾ, ബിസിനസ്സുകാർ ഈ പട്ടണത്തിലുണ്ട്. എൻ്റെ കയ്യിൽ എറിഞ്ഞു കളിക്കാൻ മാത്രം കാശുണ്ട്. ഞാനിവിടെ വന്നിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഇടുക, അത് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എനിക്ക് സൂപ്പർ മാർക്കറ്റ് ഇടാം. പക്ഷെ ആ ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യണത്? മാർക്കറ്റ് വിലയേക്കാൾ താഴ്ത്തി വിൽക്കുക. ഞാൻ പർച്ചേസ് ചെയ്യുന്ന അരിയുടെ വില 25 രൂപയാണ്. ഇത് എൻ്റെ കടയിൽ എത്തണമെങ്കിൽ 25+ ട്രാൻസ്പോർട്ടിങ് വേണം. എന്നാലാ എൻ്റെ കടയിലെ ഗോഡൌണിൽ ഈ അരിച്ചാക്ക് വന്ന് ഇറങ്ങുള്ളൂ. ഉദാഹരണം, ഞാനത് 23 രൂപക്കാ വിൽക്കണേ. എന്തിന്? നാട്ടുകാരെ നന്നാക്കാനല്ല. എന്തിനാ ഞാൻ 23 വിൽക്കണേ? ജനങ്ങളെ, കസ്റ്റമേഴ്സിനെ പരമാവധി വെട്ടിൽ വീഴ്ത്താനായി, അവരെ ആകർഷിക്കാനായി ഒരു പുതിയ ബിസിനസിന്റെ മെത്തേഡ് എന്നും പറഞ്ഞിട്ട് ഞാൻ എന്റെ മൂലധനത്തിന് ക്ഷതമേൽക്കും വിധം, നഷ്ടം വരും വിധം മാർക്കറ്റ് വിലയേക്കാൾ ഞാൻ താഴ്ത്തി വിൽക്കുകയാണ്. കാരണം എനിക്ക് കഴിയും അങ്ങനെ വിൽക്കാൻ, പണം എറിഞ്ഞ് കളിക്കാൻ എനിക്ക് പറ്റും. ആളുകൾ, കസ്റ്റമേഴ്സ് ആകൃഷ്ടരായിട്ട് ഇവിടെ വരും, ഈ സൂപ്പർ മാർക്കറ്റിൽ, എൻ്റെ മാർക്കറ്റിൽ വരും. മറ്റു കച്ചവടക്കാർക്ക് നിർവാഹം ഉണ്ടാവില്ല. 23 പോയിട്ട് എനിക്ക് 26 റുപ്യക്ക് വിറ്റാലാണ് വാടകയും കരണ്ട് കാശും കിട്ടുള്ളൂ. എങ്ങനെ അവര് 23 വിൽക്കുക? 25 രൂപക്ക് വരുന്ന അരി അവർക്ക് നിർവാഹം ഉണ്ടാവില്ല, പിടിച്ചു നിൽക്കാൻ നിർവാഹം ഉണ്ടാവില്ല. പക്ഷെ ഇയാള് പൈസ എറിഞ്ഞ് ഗതികെട്ട് പാവങ്ങളായ കച്ചവടക്കാർ ഷട്ടർ താഴ്ത്തി പെട്ടിയും മടക്കി കച്ചവടം നിർത്തി പോകുമ്പോൾ പിന്നെ ഞാനാകുന്ന ഹംകിന് പിന്നെ തോന്നിയ വിലയാണ്, കൊള്ള വിലയാണ്. നമ്മുടെ അംബാനി മുതലാളിക്കൊക്കെ ഈ പണി ഉണ്ടെന്ന് നേരത്തെ കേട്ടിരുന്നല്ലോ. ഇവിടെ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയ കാലത്ത് അതൊരു ആഡംബര വസ്തു ആയ സമയത്ത് 501 റുപ്യക്ക് റിലയൻസിന്റെ ഫോൺ എല്ലാവർക്കും അല്ലേ, ഓർമ്മല്ലേ? ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് 501 റുപ്യ കൊടുത്താല് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ആണ്ട് വാരിക്കോരി കൊടുത്തു. അന്ന് ബുദ്ധിയുള്ള ആൾക്കാർ പറഞ്ഞു നമ്മളെ നന്നാക്കാൻ ഇറങ്ങിയേക്കണതല്ല, ഇത് പണി വരും ബാക്കില്. ഇന്നിപ്പോ ജിയോ കണക്ഷൻ അതിന്റെ മാസ താരീഫ് എടുത്തു നോക്ക്, മറ്റു ടെലിഫോൺ കമ്പനികളെക്കാൾ കൂടിയ നിരക്കിലാണ് ജിയോന്റെ കച്ചവടം എടുക്കണേ. പലരും BSNLിലേക്കൊക്കെ ആ നമ്പർ തന്നെ പോർട്ട് ചെയ്തിട്ട് രക്ഷപ്പെടാനൊക്കെ നോക്കുകയാണ്. ഇത് അനുവദനീയമല്ല.
സഹപ്രവർത്തകരായ സഹകച്ചവടക്കാരായ ആളുകൾ എന്നെപ്പോലെ ഉപജീവനത്തിന് പെടാപാടുപെടുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്, മക്കളെ പോറ്റാൻ അധ്വാനിക്കുന്നവരാണ്, അവരെന്റെ സഹോദരന്മാരാണെന്ന കൺസെപ്റ്റ് വേണം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതാണ് ദീന്. മഹാനായ മർഹൂം നദ്വി സാഹിബ്, ആരാ നദ്വി സാഹിബ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതപണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ മതപണ്ഡിതരും ചിന്തകനുമായിരുന്ന അബുൽ ഹസൻ അലി നദ്വി സാഹിബ്, അലി മിയാൻ എന്ന പേരിൽ പുറം ലോകം, ഇസ്ലാമിക ലോകത്തൊക്കെ അറിയപ്പെടുന്ന ഒരു ഇന്ത്യക്കാരനാണ് ആര്? നദ്വി സാഹിബ്. അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതുന്നുണ്ട്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്ക അവരുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് എന്നതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അതൊരു വലിയ വാണിജ്യ കേന്ദ്രവും കൂടിയാണ്. കാരണം ഓരോ വർഷവും ലക്ഷോപലക്ഷം വിശ്വാസികളാണ് മക്കയിൽ വരുന്നത്. അവരൊക്കെ എന്തെങ്കിലും മേടിക്കൂല. ഇപ്പൊ ഞാനും നിങ്ങളും അജ്ജിനും ഉംറയ്ക്ക് പോയാൽ ഒരു 4 അത്തറും കുപ്പിയെങ്കിലും മേടിക്കാതെ പോരുമല്ലോ. ഈ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വരുമ്പോൾ വലിയൊരു വാണിജ്യ കേന്ദ്രം, ബിസിനസ് കേന്ദ്രവും കൂടിയാണ് മക്ക. നദ്വി സാഹിബ് ലേഖനത്തിൽ തുടരുന്നു, മക്കയിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തൊട്ട് ഉത്തമ നൂറ്റാണ്ടിലുടനീളം ഈ അടുത്ത നൂറ്റാണ്ടുകൾ വരെ മക്കയിലെ കച്ചവടക്കാർ പരമസത്യസന്ധരും ഗുണകാംക്ഷയുള്ളവരും പരമസ്വാത്വികരുമായ ബിസിനസ്സുകാരാണ് മക്കയിലുണ്ടായിരുന്നത്. എന്നാൽ ഈ അടുത്ത നൂറ്റാണ്ടുകളായിട്ട് വലിയ കോമ്പറ്റീഷൻ, കിടമത്സരം മക്കയിലെ കച്ചവടക്കാരിൽ, മുസ്ലിം കച്ചവടക്കാരിൽ പോലും കാണാനാകുന്നു. നദ്വി സാഹിബ് പറയാണ്, അവിടെ പണ്ട് മുമ്പുണ്ടായിരുന്ന കച്ചവടക്കാരുടെ നസീഹത്ത്, ഗുണകാംക്ഷ. ഒരു കടക്കാരൻ കച്ചവടം ചെയ്തു, ഇത് ഹറമിന്റെ പരിസരത്ത്. അങ്ങനെ ഒരു ഉച്ച സമയമായപ്പോ തന്റെ ടാർഗറ്റായി, മുതല്, ചെലവ്, വീട്ടിലേക്ക് അരി മേടിക്കാനുള്ളതായി എന്ന് ബോധ്യപ്പെട്ടാൽ, ഇന്ന് അത്യാവശ്യം കച്ചവടം എനിക്ക് നടന്നു എന്ന് ബോധ്യമായാൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്ന് നോക്കും. ദാ അവിടെ എന്റെ സഹോദരൻ, ഞാൻ വിൽക്കുന്ന അതേ ചരക്ക് വിൽക്കുന്ന ഒരു സഹോദരന്റെ കട, ഒരു മനുഷ്യനൊരു ഈച്ച ആ കടയിലേക്ക് കയറിയിട്ടില്ല എന്ന് കണ്ടാൽ പിന്നെ ഒരു കസ്റ്റമർ തന്റെ മുന്നിലേക്ക് കടയിലേക്ക് കയറി വന്നാൽ പറയും, നിൽക്കൂ സഹോദര, ഇതേ ക്വാളിറ്റിയുള്ള ചരക്കുകൾ മിതമായ നിരക്കിൽ ആ സഹോദരന്റെ കടയിൽ കിട്ടും, അദ്ദേഹം പട്ടിണിയാകാൻ പാടില്ലല്ലോ, അങ്ങോട്ട് പൊക്കോളൂ. ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ കൾച്ചറായി പറയണേ. നമുക്ക് മൂവാറ്റുപുഴക്കാർക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ല, കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ താല്പര്യമില്ല, മനസ്സിലായാൽ തന്നെ നടപടിയില്ല, നടപടിയുള്ള കേസറ്റല്ല, കഴിഞ്ഞു. എന്ത് തന്റെ കടയിൽ അത്യാവശ്യം കച്ചവടം നടന്നു എന്ന് ബോധ്യായാല് പിന്നെ ഒരു കസ്റ്റമർ വന്നാൽ ഒട്ടും കച്ചവടം നടക്കാത്ത കടയിലേക്ക് അവിടെ ഇതേ ക്വാളിറ്റിയുള്ള ചരക്ക് മിതമായ നിരക്കിൽ കിട്ടും, പോയിക്കോ. ലോകം കണ്ട മുസ്ലിം ചരിത്രകാരന്മാരിൽ പ്രഗത്ഭനായ മുഹമ്മദ് അസദ് എന്ന ചരിത്രകാരൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, അത്വരീഖു ഇലാ മക്ക, മക്കയിലേക്കുള്ള പാത. അതാണ് ആ ബുക്കിന്റെ പേര്, കിതാബിന്റെ പേര്. അതിനകത്ത് പറയുന്നുണ്ട് ഇസ്ലാമിന്റെ കൾച്ചർ. ഒരു കാലത്ത് ഇസ്ലാമിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായിരുന്ന, ഇസ്ലാമിക സംസ്കൃതിയുടെ കേന്ദ്രമായിരുന്ന ഡമസ്കസ് പട്ടണം. ഒരുപാട് ഇസ്ലാമിന്റെ ചരിത്രം പറയും. താരീഖു ദിമഷ്ക് എന്ന കിതാബുണ്ട്, പ്രസിദ്ധമായ ഹിസ്റ്ററിയുടെ ഒരു കിതാബാണ് ഡമസ്കസിന്റെ ചരിത്രം. അതൊക്കെ വായിച്ചാൽ ഇസ്ലാം എന്താ നമുക്ക് മനസ്സിലാവും. നമുക്കിനി വായിക്കാൻ ഇപ്പോ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം പത്രം പോലും ആരും വായിക്കലില്ലല്ലോ. ആയിക്കോട്ടെ, മൊബൈൽ ഫോണിലും കിട്ടും അത്, താരീഖു ദിമഷ്ക് എന്ന് പറയുന്ന കിതാബ്. ഡമസ്കസ് പട്ടണത്തിലെ മുസ്ലിം കച്ചവടക്കാരുടെ ഉദാരതയും നസീഹത്തും എങ്ങനെയായിരുന്നു? മുഹമ്മദ് അസദ് രേഖപ്പെടുത്തുന്നു അത്വരീഖു ഇലാ മക്ക എന്ന കിതാബിൽ. അവിടെ ഒരേ ചരക്ക് വിൽക്കുന്ന കടകൾ ലൈനായിട്ടുണ്ട് എന്നാ. ഏതുപോലെ നെല്ലിക്കുഴി പോയ ഫർണിച്ചർ കാണും പോലെ, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ പോയാൽ ജ്വല്ലറി കാണുന്നത് പോലെ, അങ്ങനെ ഉണ്ടല്ലോ. ഒരു പട്ടണത്തിൽ ഒരേ കച്ചവടക്കാർ ഒരേ ലൈനിൽ ഇങ്ങനെ കച്ചവടം നടക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ഡമസ്കസ്.
ഒരു കച്ചവടക്കാരന് അത്യാവശ്യം പുറത്തു പോകേണ്ടി വന്നാൽ, വല്ല മരണാവശ്യമോ കല്യാണാവശ്യമോ അത്യാവശ്യ കേസുകൾക്ക് കട വിട്ട് പോകേണ്ടി വന്നാൽ അവർ കട അടക്കൂല. തൊട്ടടുത്ത് തന്റെ അതേ ചരക്ക് വിൽക്കുന്ന കടക്കാരനോട് പറയുന്നത്, ഒന്ന് നോക്കണേ, എനിക്കൊരു അത്യാവശ്യം മരണ സ്ഥലത്ത് വരെ ഒന്ന് പോവാണ്ട് എന്ന് പറഞ്ഞിട്ട് പോകും. ഈ പോകുന്ന നേരത്ത് ആളില്ലാത്ത കടയ്ക്ക് മുന്നിൽ കസ്റ്റമർ വന്നു നിന്നാൽ, ആളില്ലാത്ത കടയുടെ മുന്നിൽ കസ്റ്റമർ എത്തിയാൽ എന്താ ചെയ്യാ? അപ്പുറത്ത് ആ ഉത്തരവാദിത്തം ഏറ്റ കടക്കാരൻ ഓടിങ്ങോട്ട് വരും. ഈ കടക്കാരൻ എന്ന വ്യാജേനെ എന്തേ വേണ്ടേ? അപ്പോൾ സാധനം കാണിച്ചു കൊടുക്കും, അത് എടുത്തു കൊടുക്കും, അതിന്റെ വില മേടിച്ചിട്ട് ഭദ്രമായി പെട്ടിയിലിട്ട് അടച്ചിട്ട് തന്റെ കടയിലേക്ക് പോകും. നമ്മളാണെങ്കിൽ എന്താ പറയാ, അവിടെ ആളില്ല, ഇവിടെ ഒരു എന്ന് പറയില്ലേ, അതിനിപ്പോ ഒരു കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇസ്ലാം പറഞ്ഞു തരുന്ന നസീഹത്ത്. മുഅ്മിനീങ്ങളെ, ഈ നസീഹത്തോടെ കച്ചവടം ചെയ്ത് കിട്ടുന്നതെന്തോ അത് തുച്ഛമാണെങ്കിലും അതിൽ ബറക്കത്തുണ്ടെന്നാണ് അല്ലാഹുവും റസൂലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് കച്ചവടക്കാർ തമ്മിലുണ്ടാകേണ്ട ഐക്യവും സ്നേഹവും സഹകരണവും. ഇതും ദീനൊരു നന്മയായി, ഈ മേഖലയിലെ നന്മയായി പറഞ്ഞു തന്നു. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു മുസ്ലിം ബിസിനസ്സുകാരനും ഹറാമായ ധനത്തിൽ പോയി കൈയിടരുത്. അത് നമുക്കറിയാവുന്നതാണ്. ഹറാമാണ് ആ ചരക്ക്, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വഴിക്ക് വന്ന പൈസയാണ്, അവിടെ കൈവെക്കാൻ പോകരുത്, നമുക്കറിയാം. അതുമാത്രം പോരാ, ശുബ്ഹത്തായ ധനത്തിലും മുസ്ലിം കച്ചവടക്കാർ കൈവയ്ക്കരുത്, അത് പുണ്യമാണ്. എന്താ ശുബ്ഹത്ത്? ശുബ്ഹത്ത് പറഞ്ഞാൽ ഹറാമാണോ അല്ലേ അറിയാൻ പാടില്ല, രണ്ടിനും ചാൻസ് ഉണ്ട്. അത് മോഷണ വസ്തു ആണോ അല്ലയോ അറിയില്ല, എന്നാ കച്ചവടം ചെയ്യില്ല, ഹറാമൊന്നുമില്ല, അറിയാതെ ചെയ്ത തെറ്റൊന്നുമില്ല. പക്ഷേ അവിടെ ജാഗ്രത പാലിക്കലും മാറി നിൽക്കലുമാണ് വേണ്ടത്. അറിഞ്ഞും കൊണ്ടേ ഹറാമാണ്. എന്തുകൊണ്ടാ? കളവ് വസ്തു, അത് കളവ് വസ്തു എന്ന് അറിഞ്ഞും കൊണ്ട് ഇമ തൊടാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടിന് നിന്നാൽ അതാ കള്ളന്റെ അധികാരത്തിലുള്ളതല്ല, അതിന്റെ ഉടമാവകാശം കള്ളനല്ല, അതിന്റെ യഥാർത്ഥ മാലിക്കിനാണ്. അയാൾക്കത് വിൽക്കാനും കൈകാര്യം ചെയ്യാനും അധികാരമുള്ളൂ, കള്ളന് വകുപ്പില്ല. എന്നിട്ട് ആ കള്ളനിൽ നിന്നത് വാങ്ങുകയാണെങ്കിൽ ഇവൻ രണ്ടാം പ്രതിയാവും. ഇത് നമ്മുടെ രാജ്യത്തെ നിയമം അങ്ങനെ തന്നെ. മോഷണ വസ്തു അറിയാതെ തന്നെ മേടിച്ചാൽ തന്നെ കേസ് വരും, പോലീസ് പിടിച്ചു കഴിഞ്ഞാല്. അറിഞ്ഞും കൊണ്ട് മേടിച്ചാലോ ഉറപ്പായിട്ടും ആ കളവ് വിഷയത്തിലെ രണ്ടാം പ്രതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. മനിഷ്തറാ സരിഖത്തൻ, ഒരാൾ കള്ള മുതൽ വാങ്ങി, മോഷണ വസ്തു വാങ്ങി, വഹുവ യഅലമു അന്നഹാ സരിഖ, അയാൾ വാങ്ങുന്ന നേരത്തെ അറിയാ ഇത് കള്ള മുതലാണെന്ന് അറിയാം, അറിഞ്ഞും കൊണ്ട് വാങ്ങിയാൽ ഫഖദ് അശ്റക ഫീ ഇസ്മിഹാ വആരിഹാ, ആ മോഷണത്തിന്റെ കുറ്റത്തിലും മോഷണം കൊണ്ടുള്ള നാണക്കേടിൽ, ആ മോഷണം കൊണ്ടുള്ള അപമാനത്തിൽ അയാൾ പങ്കാളിയായി. കള്ളനും കള്ളന് കഞ്ഞി വെച്ചവനും കുറ്റത്തിലും പങ്കാളികളാണ്, നാണക്കേടിലും അവർ പങ്കാളികളാണ്. അവൻ കട്ടിട്ടൊന്നുമില്ലല്ലോ, അത് മേടിച്ചില്ലേ, അവനും കള്ളനും കഞ്ഞി വെച്ചവനാ. ഫി ആരിഹ, ആ നാണക്കേടിലും പാർട്ട്ണർമാരാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ശ്രദ്ധിക്കാനുള്ളൊരു ഒറ്റ കാര്യം, കളവ്, വഞ്ചന, ചതി ഇതൊക്കെ തൊഴിലാക്കിയ, ഇതൊക്കെ രീതിയാക്കിയ കച്ചവടക്കാരുമായി ഇടപാട് നടത്തുന്നതും ശ്രദ്ധിക്കണേ. ഒരു കച്ചവടക്കാരന്റെ ഇടപാട് എന്താണ്? പലിശ, കൊള്ള, ചതി, കളവ്, വഞ്ചന, ഇതൊക്കെയാണ് ആ കച്ചവടക്കാരന്റെ തൊഴിൽ. ആ കച്ചവടക്കാരുമായി ഇടപാട് നടത്തുന്നതും അത്തരക്കാരെ സഹായിക്കുന്നതും അത്തരക്കാരെ വാഴ്ത്തുന്നതും അത്തരക്കാരെ പ്രകീർത്തിക്കുന്നതും എല്ലാം കുറ്റകരമാണെന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം. നമ്മൾ ഇവിടെയൊക്കെ ജാഗ്രത പാലിക്കണം. ഞാൻ കള്ളനാകാതിരുന്ന പോരാ, ഞാൻ തെമ്മാടി ആകാതിരുന്നാൽ പോരാ. തെമ്മാടികൾക്ക് വളട്ടു കൊടുക്കരുത്, അത് തെമ്മാടിത്തരാണ്. നീ തെമ്മാടിത്തരത്തിനൊന്നും പോണില്ല, പക്ഷെ തെമ്മാടികൾക്ക് നീ വളട്ടു കൊടുത്താൽ. ഒരു ഇസ്ലാമിക രാജ്യം മഹാന്മാരായ തബഉ താബിഈകളുടെ കാലമാണ്. സഹാബത്ത് കഴിഞ്ഞ് താബിഈകളുടെ കാലം കഴിഞ്ഞിട്ടില്ല, തബഉ താബിഈകൾ വന്ന കാലം, ഉത്തമ നൂറ്റാണ്ടായ കാലം. ഒരു ഇസ്ലാമിക രാജ്യം ഭരിച്ചിരുന്നത് സ്വേച്ഛാധിപതിയായ, അക്രമിയായ, അഹങ്കാരിയായ ഒരു സുൽത്താനായിരുന്നു.
ഇസ്ലാമിക രാജ്യം ആയതുകൊണ്ട് കാര്യമില്ലല്ലോ. അവിടെ ഇസ്ലാമിന്റെ ഭരണമൊക്കെ ഇപ്പൊ ഇന്ന് എത്ര ഉണ്ട്? ഇസ്ലാമിക രാജ്യം എവിടെ? ഇസ്ലാമിന്റെ രാജ്യം ഇസ്ലാമിക നിയമം അനുസരിച്ച് ഭരണം വളരെ കുറവാ, തുലോം കുറവാ. അപ്പൊ അന്ന് തന്നെ അക്രമിയായ ഭരണാധികാരി ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ അധിപനായി ഭരണം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് പട്ടാളക്കാരുണ്ട്. അതിർത്തി കാക്കുന്ന സൈന്യത്തിന്റെ കൂട്ടത്തിൽ ഒരു പരമഭക്തനായ സ്വാത്വികനായ ശുദ്ധനായ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അയാളെ പണി എന്താണ്? ഈ രാജാവിന്റെ പ്രദേശം അതിർത്തി കാക്കുക. പട്ടാളക്കാരൻ ചിന്തിച്ചു, നമ്മുടെ രാജാവ് വളരെ റോങ്ങാണ്, പാവങ്ങളുടെ അവകാശം കൊടുക്കണില്ല, കയ്യിട്ട് വാരല് കൂടുതലാണ്, ഇസ്ലാമിന്റെ നിയമത്തിന് പുല്ല് വിലയാണ് അയാളെ രാജഭരണത്തില്. ഞാനിപ്പോ എന്റെ ഈ തൊഴിൽ ചെയ്യുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ തെറ്റൊന്നുമില്ല. കാരണം എന്താ? അതിർത്തി കാക്കുക. ഒരു പട്ടാളക്കാരന്റെ പണി ചെയ്യുന്നു, ഞാൻ എൻ്റെ വേതനം മേടിക്കുന്നു, ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റുന്നു, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സ്വേച്ഛാധിപതിയായ അക്രമിയായ രാജാവിന് ഇൻഡയറക്റ്റ് ആയിട്ട് അയാളെ തെമ്മാടിത്തരത്തിന് ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊരു മനസ്സാക്ഷി കുത്തായി മാറി. ഈ ചിന്ത അദ്ദേഹത്തിൽ അസ്വാസ്ഥ്യമുണ്ടാക്കി. ഉറങ്ങാൻ കഴിയണില്ല, ഈമാന്റെ അകത്ത് അതുകൊണ്ട് സ്വസ്ഥത കിട്ടുന്നില്ല. അവസാനം അക്കാലത്ത് ജീവിച്ചിരുന്ന ശൈഖുൽ ഇസ്ലാം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ആ പട്ടാളക്കാരൻ ഓടി വന്നു. സുഫിയാനു സൗരി ഇസ്ലാമിന്റെ വന്യവയോധികരായ ഗുരു എന്ന അപരനാമത്തിൽ അക്കാലത്ത് അറിയപ്പെട്ട വിശ്വപണ്ഡിതൻ ഇമാം സുഫിയാനു സൗരി റഹിമഹുല്ലയുടെ മുന്നിൽ വന്നിട്ട് ഈ പട്ടാളക്കാരൻ പറഞ്ഞു, ഞാനിപ്പോ അതിർത്തി കാക്കുക. നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഇവിടുത്തെ ഭരണത്തിന്റെ രൂപമൊക്കെ. എന്റെ പണി അതിർത്തി കാക്കലാണ്, ഞാൻ ശമ്പളം മേടിക്കുന്നുണ്ട്. മനസാക്ഷി കുത്ത്. ഈ രാജാവിന്റെ കീഴിൽ ജോലി ചെയ്യുന്നതിൽ അദ്ദേഹത്തിനെ സഹായിക്കൽ ഞാനും കൂടി ചെയ്യുന്നുണ്ടല്ലോ എന്ന മനസാക്ഷി കുത്ത്. സുഫിയാനു സൗരി റഹിമഹുല്ല പറഞ്ഞു, ലാ തകുൻ ഔനല്ലഹും, നിങ്ങൾക്ക് അങ്ങനെ മനസാക്ഷി കുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുക. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കണ്ട. ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾ സഹായിക്കാൻ നിൽക്കണ്ട. കാരണം ഇന്നല്ലാഹ യബ്ഗളു ഇദാ മദഹൽ ഫാസിഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു തെമ്മാടിയെ വാഴ്ത്തുന്നത് പോലും അള്ളാഹ്ക്ക് വെറുപ്പാണ്, ദേഷ്യാണ്. എന്ത്? ഒരു തെമ്മാടിയെ വാഴ്ത്തി പറയുന്നത് പോലും അള്ളാഹ്ക്ക് വെറുപ്പാണ്. ഒരാൾ ഒരു തെമ്മാടിയെ വാഴ്ത്തിയാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, അയാൾ ഇസ്ലാമിനെ പൊളിക്കാനാണ് സഹായിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു തെമ്മാടിയായ ആളൊരു നന്മ ചെയ്താ വാഴ്ത്തണ്ടെന്നല്ല കേട്ടോ. ഒരു തെമ്മാടിയ ഒരാള് നീ എന്ത് ചെയ്തിട്ടും കാര്യമല്ല, നീ നരകത്തിന്റെ കുണ്ടല പോടുന്ന്, ആ മനുഷ്യർ നല്ലത് ചെയ്യാൻ വരുമ്പോ അപ്പോഴും വിമർശിക്കുക. അത് വേണ്ട. ഞാൻ ഈ പറയുന്നത് തെമ്മാടിയുടെ തെമ്മാടിത്തരം വെളുപ്പിച്ച് അയാളെ വാഴ്ത്തുക. തെമ്മാടിയുടെ തെമ്മാടിത്തരങ്ങൾ വെളുപ്പിക്കുക, നന്നാക്കുക, എന്നിട്ട് അയാളെ വാഴ്ത്തുക. ഇങ്ങനെ വാഴ്ത്തുന്ന ആളുകൾ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിക്കാനാണ് അത്തരത്തിലുള്ള ആളുകൾ മെനക്കെടുന്നത്. ഇന്നല്ലാഹ ലയബ്ഗളു, അല്ലാഹ്ക്കാണെങ്കിൽ അത്തരം വാഴ്ത്തുപാട്ടുകാരോട് വലിയ വെറുപ്പുമാണെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക, ഈ മേഖലയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അവസാനിപ്പിക്കുകയാണ്. ഇമാം ഗസാലി റഹിമഹുല്ല, ഇപ്പം നിങ്ങൾക്കൊക്കെ സംശയമുണ്ട്, നമ്മളിപ്പോൾ ഒരുപാട് ആഴ്ച കേട്ട ഈ രീതിയിലൊക്കെ കച്ചവടം ഇന്നത്തെ കാലത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസാണ്, സത്യം പ്രയാസാണ്. ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നു, ഉത്തമ നൂറ്റാണ്ടിലൊക്കെ ആരോടാ ഇടപാട് നടത്തുക? എല്ലാവരും ഇട്ട് ഇടപാട് നടത്തിക്കോ, മുസ്ലിമാണോ ധൈര്യമായിട്ട് ഇടപാട് നടത്തിക്കോ, എല്ലാവരും പരമപരിശുദ്ധരാണ് എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു ഉത്തമ നൂറ്റാണ്ടിൽ. പിന്നെ ഇച്ചിരി കാലം കഴിഞ്ഞപ്പോൾ അവനായിട്ട് ഇടപാട് വേണ്ട, ഇവനായിട്ട് ഇടപാട് വേണ്ട, അവളുമായിട്ട് ഇടപാട് വേണ്ട, നിർണിതമായ ചില ആളുകൾ കുഴമറിഞ്ഞതുണ്ടായിരുന്നു. എങ്കിലും സമൂഹത്തിലെ ഭൂരിപക്ഷമായിട്ട് ഇടപാട് നടത്താൻ പറ്റിയിരുന്നു. തുടർന്ന് ഇമാം ഗസാലി റഹിമഹുല്ല പറയാ, ഞാനിപ്പോ ഇത് കണ്ടിട്ടില്ല, സമീപ ഭാവിയിൽ ഇനി കാണാൻ പോകുന്നത് ലോകാവസാനത്തോടടുക്കുമ്പോ ഒരാളുമായിട്ടും ഒരിടപാടും നടത്താൻ പറ്റാത്ത ഒരു കാലം വരാനിരിക്കുന്നുണ്ട് ഖിയാമത്ത് നാളിന്റെ അടുത്ത സമയത്ത്. ഒക്കെ ചതിയും വഞ്ചനയും പലിശയും, ഒരാളുമായിട്ട് ഇടപാട് നടത്താൻ പറ്റാത്തൊരു ഘട്ടം ഖിയാമത്ത് നാൾ അടുത്താ വരും. ആ കാലത്തെ കുറിച്ചാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ. അതാ യുസ്ബിഹു റജുലു മുഅ്മിനാ വയുംസി കാഫിറാ വയുംസി മുഅ്മിനാ വയുസ്ബിഹു കാഫിറാ.
ഈമാൻ പോലും ഒരു ദിവസം സംരക്ഷിക്കാൻ അന്നത്തെ മുസ്ലിങ്ങൾക്ക് പറ്റൂല. രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം പച്ച കാഫിറ, വൈകുന്നേരം മുസ്ലിമായി മുഅ്മിനായി ഉറങ്ങിയവൻ രാവിലെ എണീറ്റപ്പോ കാഫിറാണ്. എന്തേ കാരണം? യബീഉ ദീനഹു ബിഅറളിൻ മിനദ്ദുനിയാ, ദുന്യാവിന്റെ ചില്ലറ ലാഭത്തിനു പകരം ദീനിനെ വിൽക്കുന്ന ആളുകളായിരിക്കും അക്കാലത്ത്. ശ്രദ്ധിക്കണേ, എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? യബീഉ ദീനഹു, ആദർശത്തെ ബലി കഴിക്കും, വിൽക്കും. എന്തിനു പകരം? ഉടലിൽ തല നിർത്താനാണെങ്കിൽ കുഴപ്പമില്ല, അത് ചിലപ്പോ ആദർശം ഇല്ല എന്ന് പറയേണ്ടി വരും. അതല്ല, ഒരു 5000 ലാഭത്തിന്, ഒരു 10000 ലാഭത്തിന്, അല്ലെങ്കിൽ ഏതാനും ലക്ഷങ്ങൾ ലാഭത്തിന് ഖുർആനിനെയും സുന്നത്തിനെയും ദീനീ ആദർശത്തെയും ബലി കഴിക്കുന്ന ടീം ഈമാൻ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത കാലഘട്ടമായിരിക്കും സ്വഹാബത്തെ അത് എന്ന് പറഞ്ഞ ആ പ്രവചനം നമുക്ക് മുന്നിൽ പുലർന്നുകൊണ്ടിരിക്കുകയല്ലേ സത്യത്തിൽ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നിബന്ധന നമ്മൾ പറഞ്ഞു, ഒരൊറ്റ നിബന്ധനയും കൂടി പറയാണ്. അതെന്താണെന്നറിയോ? ഏതൊരു കച്ചവടക്കാരനും ഓരോ ദിവസവും, അല്ലെങ്കിൽ ആഴ്ചയിൽ ശനിയാഴ്ച, അല്ലെങ്കിൽ വേറൊരു ദിവസം, അല്ലെങ്കിൽ മാസത്തിൽ, അല്ലെങ്കിൽ വാർഷിക രീതിയിൽ കണക്ക് നോക്കൂലേ? വിറ്റുവരവ്, ലാഭനഷ്ടം, ക്രെഡിറ്റ്, കിട്ടാനുള്ള കടം, കൊടുക്കാനുള്ള കടം നോക്കണം. ഈ നോട്ടത്തോടൊപ്പം തന്നെ ദീനിയായ ലാഭനഷ്ടത്തിന്റെ കണക്കും എടുക്കണം. ഇത് പള്ളിയിൽ പോയ വിഷയത്തിലല്ല, കച്ചവടത്തില് ദീനിയായ ലാഭനഷ്ടം ഇതിന്റെ കൂടെ, ഈ കണക്ക് പുസ്തകത്തിന്റെ കൂടെ ഒന്ന് കൂട്ടി വെക്കണം. ഞാൻ ഇന്ന് ആരെങ്കിലും പറ്റിച്ചോ? ഒരാളോട് ചെറിയൊരു നുണ കളവ് പറഞ്ഞു, പിന്നെ ഡാമേജ് ഉള്ളൊരു ചരക്ക്, ആ ഡാമേജ് പറയാതെ വിറ്റു 2. എന്തെങ്കിലും ഞാൻ നന്മ ചെയ്തോ? ഒരു സാധു വന്ന് ഇടങ്ങാറായപ്പോൾ ഫുഡിന് പൈസ കൊടുത്തു. ഇങ്ങനെ കണക്കുകൾ എഴുതുക. എന്തിനെന്നറിയോ? ദീനിയായ ലാഭനഷ്ടത്തിന്റെ കണക്കുകളെല്ലാം രേഖപ്പെടുത്തി സ്വയം വിചാരണ ചെയ്താൽ പടച്ചവന്റെ മുന്നിലുള്ള വിചാരണ എളുപ്പാകും. ഹിസാബൻ യസീറ, സിമ്പിൾ വിചാരണ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. ഇങ്ങനെ വിചാരണ ചെയ്യണം, ഇങ്ങനെ കണക്ക് നോക്കണം. എന്തുകൊണ്ട്? ദീന് പറയുന്നു, ഓരോ കച്ചവടക്കാരനെയും നാളെ മഹ്ശറയിൽ തടഞ്ഞു നിർത്തും. എന്നിട്ട് ഈ കച്ചവടക്കാരനുമായി ഇടപാട് നടത്തിയ കസ്റ്റമേഴ്സിനെ മുഴുവൻ ഹാജരാക്കി അവരുടെ മുന്നിൽ വെച്ച് അവരെ സാക്ഷികളാക്കിയിട്ടാണ് ആ മനുഷ്യന്റെ വിചാരണ നടത്തുക. ഇതൊക്കെ ഇപ്പൊ എങ്ങനെ നടക്കൂന്നാ? ഒരു ബിസിനസ്സുകാരന്റെ കടയിൽ എത്ര ആള് കയറി ഇറങ്ങി പോയിട്ടുണ്ടാവും, എത്ര ആള് ഇടപാട് നടത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ പാടപ്പം എങ്ങനെ വിചാരണക്ക് ഉണ്ടാകുക? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നീ കേട്ടതൊക്കെ ഒരു ദിവസം എന്തൊക്കെ കേൾക്കുന്നുണ്ട്? എന്തൊക്കെ ഒരു ദിവസം നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ചെവിയിലൂടെ? ഇന്ന സമഅ, തീർച്ചയായും നീ കേട്ടതൊക്കെ, വൽ ബസറ, നീ കണ്ടതൊക്കെ, വൽ ഫുആദ, നീ മനസ്സിൽ വിചാരിച്ചതൊക്കെയും, ഒക്കെയും തീർച്ചയായി നിന്നോട് ചോദിക്കപ്പെടുന്ന വിഷയത്തിൽ ഇതൊക്കെ കടന്നു വരും. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഖുർആനാണ് ഈ പറയുന്നത്. കണ്ടതും കേട്ടതും ചിന്തിച്ചതൊക്കെ വിചാരണക്ക് വരും. പിന്നെ ഇപ്പൊ ഇടപാട് നടത്തി എങ്ങനെ വിചാരണക്ക് വരാതിരിക്കുക? അള്ളാഹുവിന്റെ വലിമാരിൽപ്പെട്ട ഒരു ആരിഫ് മരിച്ചുപോയ ഒരു വലിയ കച്ചവടക്കാരനെ സ്വപ്നം കണ്ട ചരിത്രം ഇമാം ഗസാലി റഹിമഹുല്ല ഇഹിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ കോടീശ്വരനായ ബിസിനസ്മാൻ മരിച്ചു. അയാൾ മരിച്ചു പോയതിനു ശേഷം അള്ളാഹുവിന്റെ വലിമാരിൽപ്പെട്ട ഒരു ആരിഫ് അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. സ്വപ്നം എന്ന് പറഞ്ഞാൽ നബുവത്തിന്റെ ബാക്കി പത്രമാണ് സ്വപ്നം. ഇന്ന് നബുവത്ത് കഴിഞ്ഞ്, നബിമാര് കഴിഞ്ഞുപോയില്ലേ? ഇനി അള്ളാന്റെ ലോകത്തുനിന്ന് ദുന്യാവുക്ക് മെസ്സേജ്, അള്ളാന്റെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നത് അർ-റുഇയ സ്വാലിഹ ഖാല റസൂലുള്ളാഹി. ബുഖാരി മുസ്ലിമിന്റെ ഹദീസ. സ്വാലിഹീങ്ങൾ കാണുന്ന നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്ന് വരുന്ന മെസ്സേജാണ്. ഈ ആരിഫ് കണ്ടു മരിച്ചുപോയ കച്ചവടക്കാരനെ. കണ്ടപ്പോ അള്ളാഹുവിന്റെ വലിമാരിൽപ്പെട്ട ആരിഫ മനുഷ്യനോട് ചോദിച്ചു, മരിച്ചുപോയ കച്ചവടക്കാരനോട് ചോദിച്ചു, മാദാ ഫഅലല്ലാഹു ബിക, എന്തേടോ നിന്നെ അള്ളാഹ് ചെയ്തത്? എത്ര കോടികളാ നീ സമ്പാദിച്ചിരുന്നത്? എന്തു വലിയ കച്ചവട ചെയ്തത്?
എങ്ങനെയാണ് അള്ള നിന്നോട് ഇടപെട്ടത്? മാദാ ഫഅലല്ലാഹു ബിക, അള്ള നിന്നെ എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ മറുപടി, റബ്ബിന്റെ മുന്നിൽ ചെന്നപ്പോൾ എന്റെ മുമ്പാകെ നിവർത്തി വെക്കപ്പെട്ടത് 50,000 ഏടുകളാണ്. പടച്ചോന്റെ മുന്നിൽ ചെന്നപ്പോ എന്റെ കർമ്മ പുസ്തകങ്ങളായി 50,000 ഏടുകൾ. ഞാൻ പേടിച്ച് വിറച്ചല്ലാനോട് ചോദിച്ചു, അല്ലാ, ഞാൻ ഇതൊക്കെ ചെയ്ത കുറ്റമാണോ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇത്രയൊന്നും ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ. ചെറിയ ആയുസ്സിൽ ഞാൻ മരിച്ചു അറ്റാക്കായിട്ട്. 50,000 കിതാബുകള് എന്റെ മുമ്പാകെ ഹാജരാക്കപ്പെട്ടപ്പോ ഇതൊക്കെ ഞാൻ ചെയ്ത കുറ്റാണോ പടച്ചോനെ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി, കുറ്റല്ല. ഹാദിഹി മുആമലാത്തുന്നാസ്, നീ വലിയ കച്ചവടക്കാരനായിരുന്നില്ലേ, നീയായിട്ട് ഇടപാട് നടത്തിയ ആളുകളുടെ പേരും ഇടപാടിന്റെ ഹിസ്റ്ററിയാണ് ഈ രേഖകളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഇവിടെ ആരെ മുന്നിൽ പൊടിയിട്ട് ആരെ കണ്ണു വെട്ടിച്ച് എന്ത് ചെയ്താലും ഇതൊക്കെ പിടിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. സ്വയം വിചാരണ നടത്തി ജാഗ്രതയോടെ മുന്നോട്ട് പോയവർക്ക് അവിടെ സലാമത്ത് കിട്ടും. ഇല്ലാത്ത ബിസിനസ്സുകാരൊക്കെ അവിടെ ബ്ലോക്കാവും. നമ്മൾ ഒരുപാട് വെള്ളിയാഴ്ചകളിലായിട്ട് പറഞ്ഞത് ബേസിക്കലായിട്ട് 3 കാര്യമാണ് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട്. 3 കാര്യം. ഒന്ന്, കച്ചവടത്തിൽ നിർബന്ധമായി പാലിക്കാനുള്ള അദല്, നീതി, അത് വാജിബാണ്. അത് 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കച്ചവടത്തിൽ നിർബന്ധമായി പാലിക്കാനുള്ള 4 നീതികൾ പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞത് കച്ചവടത്തിൽ സുന്നത്തായി പാലിക്കാനുള്ള ഇഹ്സാനുകൾ, നന്മകൾ. ചെയ്യൽ നിർബന്ധമല്ല, അത് പുണ്യമുള്ള കാര്യമാണ്. മൂന്നാമതായി കച്ചവടവുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ, ചില ശുറൂത്തുകൾ, ചില മര്യാദകൾ. ഇങ്ങനെ 3 ഐറ്റംസ് ആണ് മൊത്തം പറഞ്ഞത്. ദീന് പറയുന്നു, ഒരു കച്ചവടക്കാരൻ നീതി മാത്രം നോക്കി എന്ന് വെച്ചാൽ ആ 4 കാര്യം മാത്രം പാലിച്ച് കച്ചവടം ചെയ്താൽ കാന മിനസ് സ്വാലിഹീൻ, അയാൾ ഒരു സ്വാലിഹായ കച്ചവടക്കാരനാകും. സ്വർഗം കിട്ടാൻ അത് മതി. പൂഴ്ത്തിവെപ്പില്ല, കളവില്ല, വഞ്ചനയില്ല, ചതിയില്ല, കൃത്രിമ വിലയില്ല. ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് ഈ 4 കാര്യങ്ങൾ മാത്രം നോക്കി ഒരാൾ കച്ചവടം ചെയ്താൽ കാന മിനസ് സ്വാലിഹീൻ, അയാൾ സ്വാലിഹായ ഒരു കച്ചവടക്കാരനാണ്. നമ്മൾ മിനിമം അവിടെ എത്തണം. ഇത് പാസ് മാർക്കാണ് കേട്ടോ. എല്ലാ കച്ചവടക്കാരും ആ 4 കാര്യം പാലിച്ചേ പറ്റൂ. അത് പാസ് മാർക്കാണ്. ഈ 4 നീതി കാര്യങ്ങളോടൊപ്പം പിന്നെ പറഞ്ഞ 6 ഇഹ്സാനുകൾ, സുന്നത്തുകൾ പാലിച്ച് കച്ചവടം ചെയ്താൽ കാന മിനൽ മുഖറബീൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്ന, അള്ളാഹുവുമായിട്ട് സ്നേഹബന്ധ അടുപ്പം കിട്ടുന്ന കച്ചവടക്കാരിൽ അയാൾക്ക് ഇടം കിട്ടും. പുണ്യങ്ങൾ, കച്ചവടത്തിലെ സുന്നത്തുകൾ കൂടി പാലിച്ചാൽ കാന മിനൽ മുഖറബീൻ, പടച്ചവന്റെ അടുത്ത ആൾക്കാരാകാം. അതിനുശേഷം പറഞ്ഞ ചില നിബന്ധനകൾ, അവസാനമായി പറഞ്ഞ നിബന്ധനകൾ നമ്മൾ പറഞ്ഞില്ലേ, ബ്രോക്കർമാരെ കേസൊക്കെ പറഞ്ഞതൊന്നും ഫർളൊന്നുമല്ല. അതൊക്കെ പാലിച്ചാൽ, ദീനിന്റെ വളീഫകൾ കൂടി പാലിച്ചാൽ കാന മിനസ് സിദ്ദീഖീൻ, അങ്ങനത്തെ കച്ചവടക്കാർ നബിമാരുടെയും സിദ്ദീഖുകളുടെയും കൂടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം വ്യത്യസ്ത ഓപ്ഷനുകൾ നമ്മൾ പറഞ്ഞു. വേണമെങ്കിൽ സ്വാലിഹായ ഒരു കച്ചവടക്കാരന് വേണമെങ്കിൽ സ്വാലിഹാകാം, പാസ് മാർക്ക് വാങ്ങി നല്ലവനായി മരിച്ചുപോയി സ്വർഗം നേടാം. അതോടൊപ്പം ഒരാൾക്ക് വേണമെങ്കിൽ മുഖറബാകാം, അള്ളാന്റെ അടുത്ത ആളാകാം. അവിടുന്ന് വിട്ടാല് നബിമാർ സിദ്ദീഖീങ്ങൾക്കൊപ്പം ചേരാൻ സാധിക്കും. ഇതിലേത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ നിങ്ങളോട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇപ്പം എന്നോട് ഒരു സംശയം ചോദിച്ചു, അതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഈ അഡ്വാൻസ് തുക ഉണ്ടല്ലോ, കച്ചവടം നടക്കാതെ പോയാൽ ഈ അഡ്വാൻസ് എന്ത് ചെയ്യും? നമ്മുടെ നാട്ടു നടപ്പനുസരിച്ചുള്ള നിയമം അനുസരിച്ച്, നാട്ടിലൊരു വ്യവസ്ഥിതി അനുസരിച്ച് മേടിച്ച ആളുടെ വീഴ്ച കൊണ്ടാണ് കച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നതെങ്കിൽ ആ മുൻകൂർ കൊടുത്ത അഡ്വാൻസ് തുക മടക്കി കൊടുക്കാറില്ല. ഒരു ഭൂമി മേടിക്കാൻ വേണ്ടി അഡ്വാൻസ് എന്ത് കൊടുത്തു? ഒരു 10,000 കൊടുത്തു. പിന്നെ തവണകളായി ആധാരത്തിന്റെ അന്നാണ് ഫുള്ള് കൊടുക്കുക, 10,000 കൊടുത്തു. പിന്നെ ഈ അഡ്വാൻസ് 10,000 കൊടുത്ത ആൾ പിന്നെ ആ വഴിക്കില്ല, അയാൾക്ക് വേണ്ട, എന്തോ കാരണം. അപ്പൊ പിന്നെ ഈ ഭൂടമുണ്ടല്ലോ, കച്ചവടം ചെയ്ത ആള്, അയാൾ പറഞ്ഞു നീ അഡ്വാൻസ് ഒന്നും തരാൻ പറ്റൂല, കാരണം നീ ആയിട്ട് പിന്തിരിഞ്ഞു പോയതല്ലേ. നാട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ദീനില് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരാൾ ചോദിച്ചു.
നമ്മുടെ ഇമാമിങ്ങൾ ഇമാം ഷാഫി റഹിമഹുല്ല, അബു ഹനീഫത്തൽ കൂഫി റഹിമഹുല്ല, മാലിക് ബിൻ അനസ് റഹിമഹുല്ല, മദ്ഹബിന്റെ 4 ഇമാമുകളിൽ 3 ഇമാമുകളും അസന്നിഗ്ധമായി പറഞ്ഞു, അഡ്വാൻസ് തുക കച്ചവടം നടക്കാതെ പോയാൽ തിരിച്ചു കൊടുക്കണം. അത് നമുക്ക് അർഹതപ്പെട്ടതല്ല, ഒരിക്കലും നമുക്ക് അർഹതപ്പെട്ട ഹക്കല്ല. അതുകൊണ്ട് നടന്നില്ല. നിന്റെ കാരണം കൊണ്ടല്ല, അവന്റെ കാരണം കൊണ്ട് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അവിടെ ഇടപാട് നടന്നിട്ടില്ലല്ലോ. ആ അഡ്വാൻസ് തുക കച്ചവടം മിസ്സായാൽ തിരികെ കൊടുക്കണം. അത് ബാധ്യതയാണ്, അത് നമ്മുടെ ഹക്കല്ല എന്ന് മഹാന്മാരായ ഇമാമുകൾ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ വിഷയം തീർന്നിട്ടല്ലോ. ഞാൻ കിതാബ് നോക്കി കണ്ടത് ഇനിയും കുറെ പറയാണ്ട്. നമുക്ക് ക്ഷമക്കൊരു അതിരുണ്ടല്ലോ. മൂവാറ്റുപുഴക്കാരെ ക്ഷമ ഇങ്ങനെ പരീക്ഷിക്കാനൊന്നും മൊയിലേര് നിൽക്കണ്ട, നിർത്തിയേക്ക് മര്യാദക്ക് എന്നൊക്കെയുള്ള രീതിയിൽ കണ്ണൂരിട്ടുണ്ട് എൻ്റെ നേർക്ക്. അതുകൊണ്ട് നമുക്ക് നിർത്താം. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ പലിശയും ഇസ്ലാമുമാണ് പറയാൻ പോകുന്നത്. ആരും ബേജാറാകണ്ട, ആരെയും ആക്ഷേപിക്കാനല്ല ഈ വിഷയം ഇവിടെ പറയണേ. പണ്ടെങ്ങാണ്ട് വാപ്പാക്കാ പണി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കെന്നാ പണ്ടാ പണി ഉണ്ടായിരുന്നു, ഇതിനെ ബേജാറാണ്. ആയിക്കോട്ടെ, രക്ഷപ്പെടാൻ വഴിയുണ്ട് കൂട്ടരെ. നിങ്ങൾ അല്ലാഹ് പൊറുക്കാത്തൊരു തെറ്റൊന്നും അല്ല ചെയ്തേക്കണത്. അതിൽ നിന്ന് റിലീസായിട്ട് പരിശുദ്ധരായി ജീവിച്ച് പരിശുദ്ധരായി മരിച്ചു പോകാൻ ഒരു വകുപ്പുണ്ട്. എന്നോട് ചില ആളുകൾ നേർക്ക് വന്ന് പേഴ്സണൽ പറഞ്ഞു, ഉസ്താദേ പലിശ ഒന്നും ഇവിടെ പറയണ്ട. എന്തേത് കാരണം എന്ന് വെച്ചു. ഒരു ലോണെങ്കിലും എടുക്കാത്ത ആൾക്കാർ ഈ നാട്ടിലില്ല. അതിപ്പോ ഇവിടെ അല്ലല്ലോ, എന്റെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ചിലതൊക്കെ തെറ്റാണെങ്കിൽ തന്നെ ഇളവുണ്ടാവും. പലിശയെ വെളുപ്പിക്കെല്ലാം ചെയ്യുന്നത് തെറ്റാണ്. ഒരാൾക്ക് ഒരു നിവൃത്തിയില്ല, ലോൺ എടുക്കല്ലാതെ ഒരു മാർഗമില്ല, തിന്നാനും കിടക്കാനും വഴിയില്ല. ഗതി കെട്ടിട്ട് അയാൾ എടുത്താൽ അയാൾക്ക് ഇളവുണ്ടാവും, സംഗതി പലിശയാണെങ്കിലും. ഇതിന്റെ ശരി തെറ്റുകളൊക്കെ ഒന്ന് വസ്തുനിഷ്ഠായിട്ട്. മാത്രല്ല, ഒരാൾ പണ്ട് പലിശക്കാരനായിരുന്നു, അയാൾ അടുപ്പിക്കൂല, അയാളെ ഒറ്റപ്പെടുത്തുക, അയാളെ ബഹിഷ്കരിക്കുക. അയാളെ ഏത് സമയത്തും അയാൾ തൗബ ചെയ്ത് മടങ്ങി ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിട്ട് ആ ഹറാമായ പണമൊക്കെ അയാൾ ഒഴിവാക്കിയിട്ട് സ്വാലിഹായി ജീവിക്കാതെ വിടൂല. മുസ്ലിയാരെ അവിടെ ശാപ്പാടിന് പോകരുത്. എന്തേക്കാക്ക പ്രശ്നം? അയാൾക്ക് പണ്ട് അതേന്ന് ഇടപാട്. ഇങ്ങനെ മുസ്ലിയാർ നോക്കാൻ നിന്നാൽ മിക്കവാറും പട്ടിണി കിടന്ന് മൂവാറ്റുപുഴയെന്നല്ല എവിടെയും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം പറഞ്ഞ ആർക്കും നെഞ്ചിടിപ്പൊന്നും വേണ്ട. നെഞ്ചിടിപ്പ് വേണ്ട, ഉള്ള നെഞ്ചിടിപ്പ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയാം. ആത്മാർത്ഥമായിട്ട് പറയാം, നസീഹത്തോടെ പറയാൻ. ആ ഇടപാടുണ്ടായിരുന്ന ആൾക്കാരെ വിമർശിക്കാനല്ല ഈ പറയുന്നത്. ആരവിടെ കുറ്റമുക്തരായിട്ടുള്ളത്? ഇപ്പൊ ഈ വയലൊക്കെ പറയണ ഞാൻ വല്ല പ്രവാചകനാണ്. എന്റെ അടുത്തും ഉണ്ടാവില്ലേ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലൊക്കെ തെറ്റും കുറ്റം ഉണ്ട്. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഉപദേശിക്കുന്ന ഒരു പരിശുദ്ധാത്മാവെന്നല്ല. എല്ലാവരുടെ അടുത്തും ഉണ്ടാവും തെറ്റും കുറ്റവും. ആ തെറ്റും കുറ്റവും പരമാവധി ശ്വാസമടങ്ങുന്നതിന്റെ മുമ്പ് ആ കുഴപ്പങ്ങളൊന്ന് തീർത്തു മരിച്ചു പോകാൻ വല്ല വഴിയും എനിക്കും നിങ്ങൾക്കും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയാണ് പൊന്നാര ഹബീബിങ്ങളെ ഇത് പറയണത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിരുത്തി അതൊന്ന് കേൾക്കണം. ഇൻഷാ അല്ലാ നമുക്ക് ആ വിഷയം അടുത്ത ആഴ്ച തൊട്ട് ചർച്ച ചെയ്യാം.